നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ ഉടനെ അവസാനിക്കുമോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എനർജീസ് നോക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ഒരു പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇതുപോലുള്ള ഡെയിലി വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 10 ഓഫ് സ്വാർട്സും അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് എന്നുള്ള 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യൊരു കാർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാർഡാണ്. അതായത് മാക്സിമം നിങ്ങളൊരു വേദന, അതായത് നിങ്ങൾ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം മേ ബി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു സെപ്പറേഷൻ ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ പെയിൻ അനുഭവിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങളുടെ മനസ്സ് തകർക്കുന്ന ഒരു അവസ്ഥയ്ക്കില്ലേ, അതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇനിയും എനിക്ക് ഈ ഒരു വേദന താങ്ങാൻ വയ്യ, അല്ലെങ്കിൽ അനുഭവിക്കാൻ എൻ്റെ മാക്സിമം ആയി എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തെ കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സമയമാണ്. അതായത് ഒരു ഡിസ്ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ടൈമായിട്ട് കാണുന്നുണ്ട്. അതായത് ആരെങ്കിലും നിന്നെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വന്നാലും നിങ്ങളത് കാണുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് നടിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറേയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാതിരിക്കുന്നൊരു സ്റ്റേജിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാർഡ്സിൻ്റെ എനർജീസ് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഏറ്റവും വേദനയുള്ള ആ ഒരു കാലം ഇപ്പോൾ കഴിയുകയാണെന്ന് പറയാൻ പറ്റും. അതായത് 10 ഓഫ് സ്വാർട്സ് എനർജി കാണിച്ചു തരുന്ന 2 രീതിയിൽ പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മാക്സിമം പെയിൻ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രയാസകരമായിട്ട് സിറ്റുവേഷൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജ് കഴിയാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ഇതിനും അപ്പുറം ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു സങ്കടത്തിൽ മുഴുകി നിങ്ങളുടെ ആ ഒരു മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. യൂണിവേഴ്സ് ആ ഒരു 4 ഓഫ് കപ്സിലൂടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് ചുറ്റും നടക്കുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷം തരുന്നവയും ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ ഒരു വേദനയിൽ നിങ്ങളത് കാണാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും നിങ്ങൾക്കത് അനുഭവിച്ചിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി അനുഭവിച്ചിട്ടും നിങ്ങൾക്കത് ഭയങ്കരമായിട്ടൊരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ ഒരുപാട് ക്ലീൻ ചെയ്തിരിക്കാണ്ട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവ് അടിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരികയുള്ളൂ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയൊരു അവസരം തരുന്നുണ്ട്. അത് സ്വീകരിക്കാൻ നിങ്ങളുടെ ഒരു മനസ്സിനെ ഒരുക്കുക. പഴയ വേദനകൾ അവസാനിക്കുന്നുണ്ട്, പുതിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക.